ജനുവരി 18 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ പ്രിസ്ക, വിശുദ്ധ അമോണിയൂസും രോസയൂസും, വിശുദ്ധ അർക്കലായിസ്, വിശുദ്ധ ഡെയ്ക്കൊള്ള, വിശുദ്ധ ഡിയാർമിസ്, വിശുദ്ധ ലിബരാറ്റ, വിശുദ്ധ തെക്ല, വിശുദ്ധ ഫൗസ്തീന, വിശുദ്ധ സൂസന്ന. വിശുദ്ധ പ്രിസ്ക 275 കാലഘട്ടത്തിലാണ് വിശുദ്ധ പ്രിസ്ക ജീവിച്ചിരുന്നത്. ഒരു കുലീന കുടുംബത്തിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്ക് ജനിച്ച പ്രിസ്ക റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് രണ്ടാമൻ്റെ ഭരണകാലത്താണ് വളർന്നത്. മറ്റ് റോമൻ ചക്രവർത്തിമാരുടെ അതേ ആവേശത്തോടെ ക്ലോഡിയസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചെങ്കിലും ക്രിസ്ത്യാനികൾ അപ്പോഴും തങ്ങളുടെ വിശ്വാസം പരസ്യമായി ആചരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ പ്രിസ്കയുടെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസം മറച്ചുവെക്കാൻ വളരെയധികം ശ്രമിച്ചു. അതിനാൽ അവർ ക്രിസ്ത്യാനികളാണെന്ന് സംശയിച്ചില്ല. എന്നാൽ മുൻകരുതൽ എടുക്കണമെന്ന് പ്രിസ്കയ്ക്ക് തോന്നിയില്ല. പ്രിസ്ക ക്രിസ്തുവിനോടുള്ള തൻ്റെ സമർപ്പണം പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒടുവിൽ അവളെ ചക്രവർത്തിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ക്ലോഡിയസ് അവളെ അറസ്റ്റ് ചെയ്യുകയും സൂര്യൻ്റെ പുറജാതീയ ദൈവമായ അപ്പോളോയ്ക്ക് ബലിയർപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. ഐതിഹ്യമനുസരിച്ച് പ്രിസ്ക അത് വിസമ്മതിക്കുകയും അനുസരണക്കേട് കാണിച്ചതിന് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഐതിഹ്യമനുസരിച്ച് പ്രിസ്ക വിസമ്മതിക്കുകയും അനുസരണക്കേട് കാണിച്ചതിന് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തിളങ്ങുന്ന മഞ്ഞ വെളിച്ചം അവളുടെ ചുറ്റും തിളങ്ങി. അവൾ ഒരു ചെറിയ നക്ഷത്രമായി പ്രത്യക്ഷപ്പെട്ടു. ക്രിസ്തുവിനെ ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രിസ്കയെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ ക്ലോഡിയസ് ഉത്തരവിട്ടു. അവളുടെ മനസ്സ് മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവളെ ഒരു ആംഫി തിയേറ്ററിലേക്ക് കൊണ്ടുപോയി സിംഹത്തിനൊപ്പം എറിഞ്ഞു. ജനക്കൂട്ടം നോക്കി നിൽക്കിയ പ്രിസ്ക ഭയമില്ലാതെ നിന്നു. ഐതിഹ്യമനുസരിച്ച് സിംഹം നഗ്നപാതയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്നു. തുടർന്ന് അവളുടെ കാലുകൾ പതുക്കെ നക്കി. പ്രിസ്കയെ പിന്തിരിപ്പിക്കാനുള്ള തൻ്റെ വിഫല ശ്രമങ്ങളിൽ മനംനൊന്ത ക്ലോഡിയസ് അവളെ വാളുകൊണ്ട് കുത്തിക്കൊന്നു. പാശ്ചാത്യ രക്തസാക്ഷിത്വ ചരിത്രങ്ങളിൽ വിശുദ്ധയുടെ നാമം കാണുന്നില്ലെങ്കിലും വിശുദ്ധ ഗ്രിഗറിയുടെ കൂദാശാക്രമത്തിൽ ആ പേര് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനാൽ പ്രിസ്ക രക്തസാക്ഷിത്വം വരിച്ചു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതുപോലെ പ്രിസ്കയുടെ രക്തസാക്ഷിത്വം പ്രശസ്തവുമാണ്. വിയ ഓസ്തിയായിൽ വെച്ച് പ്രിസ്ക ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ് ഐതിഹ്യം. പ്രിസ്കായും പൗലോസ്ലീഹായുടെ ശിഷ്യയായ പ്രിഷില്ലായും തമ്മിൽ പേര് മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കന്യകയുടെ രക്തസാക്ഷിത്വം ചിലർ 1-ാം ശതാബ്ദത്തിലാണ് രേഖപ്പെടുത്തി കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഈ ധീരവനിതയുടെ മാതൃക സഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കും പ്രചോദനമായിരിക്കേണ്ടതാണ്. ഇന്ന് സഭകളുടെ ഐക്യത്തിന് വേണ്ടിയുള്ള അഷ്ടദിന പ്രാർത്ഥന ആരംഭിക്കുന്നു. അമേരിക്കയിലെ പ്രൊട്ടസ്റ്റന്റ് എപ്പിസ്കോപ്പൽ സഭയിലെ ഒരു ഹൈചർച്ച് ആംഗ്ലിക്കനായ ഫാദർ പോൾ ഫ്രാൻസിസ് 1908 ഇത് ആരംഭിച്ചത്. അദ്ദേഹം പരിഹാര സംഘത്തിൻ്റെ സ്ഥാപകനും ശ്രേഷ്ഠനുമായിരുന്നു. പിറ്റേ വർഷം ആ സഭയിലെ 17 അംഗങ്ങളും കത്തോലിക്ക സഭയിൽ ചേർന്നു. വിശുദ്ധ 10-ാം പിയൂസ് ഐക്യവാര പ്രാർത്ഥന അംഗീകരിച്ച് തിരുസഭയിൽ നടപ്പിലാക്കി. പഴയ പഞ്ചാംഗമനുസരിച്ച് വിശുദ്ധ പത്രോസിൻ്റെ റോമാ സിംഹാസനത്തെ അനുസ്മരിക്കുന്ന തിരുനാൾ ദിവസം കൂടിയാണിന്ന്. ചെറുപ്രായത്തിൽ തന്നെ വളരെ ധീരതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ പ്രിസ്കയെ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളും ദൈവിക പരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുവാനും മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് നല്ല മക്കളായി തീരുവാനും പിതാവായ ദൈവത്തോടെ നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.